ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 റിലീസായ സൈറൻസ് കിസ് എന്ന കൊറിയൻ റൊമാൻറ്റിക് മിസ്റ്റീരിയസ് ത്രില്ലർ സീരീസിലെ എപ്പിസോഡ് 8 ആണ്. മുന്നേയുള്ള എപ്പിസോഡുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഹാനിനെ നോക്കി നിൽക്കുന്ന ലൂക്ക് സുഹോയെ സന്തോഷത്തിലും സങ്കടത്തിലും വേദനയിലുമാക്കിയ ഹാൻ എന്ന പെൺകുട്ടി ആരാണെന്നറിയാൻ എനിക്ക് കൗതുകമായിരുന്നുവെന്നും, പക്ഷെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നീ ഒരാളെ സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തിയാണെന്നും പറയുന്നത് കേട്ട് എന്നിട്ടാണോ തൻ്റെ ഫ്രണ്ടിൻ്റെ ഗേൾ ഫ്രണ്ടും അവനെ മരണത്തിലേക്ക് തള്ളിവിട്ട പെൺകുട്ടിയെയും നിങ്ങൾ ഫ്ലേർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ ഫയറെല്ലാം അടിക്കുകയും അവൻ പെട്ടെന്ന് പാനിക് ആകുകയും അവളോട് അവിടെ നിന്നും പോകാനും ആവശ്യപ്പെടുന്നു. അവൾ താഴേക്ക് ഓടി വരുമ്പോൾ വൂസോക്ക് വന്ന് അവളെയും കൂട്ടി വേഗം അവിടുന്ന് രക്ഷപ്പെടുന്നു. പിന്നീടൊന്ന് ഓക്കെ ആയതിനു ശേഷം ലൂക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ CCTV ക്യാമറ നോക്കുമ്പോൾ വൂസോക്ക് ഫയർ അലാം പ്രസ് ചെയ്യുന്നതും പിന്നീട് ഹാനിനെ വിളിച്ചു കൊണ്ടുപോകുന്നതും ലൂക്ക് കാണുന്നു. പിന്നീട് കിങ്സുങ്ങിനെ വിളിച്ച് കുറച്ചുനാൾ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കാനും ലൂക്ക് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് കോങ്ജി ഹോസ്പിറ്റലിൽ ജൂനിയർ ഓഫീസറുമായി ചീട്ട് കളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന വൂസോക്ക് റീസ്റ്റോർ ചെയ്തെടുത്ത ഫോട്ടോ അയാളെ കാണിക്കുകയും അത് കണ്ട് കിങ്സുങ് എന്തിനു വേണ്ടിയാ തന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്നും സംശയിച്ചിരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഒരിക്കലും മീറ്റ് ചെയ്യരുതെന്ന് പഴയ കാര്യങ്ങൾ അറിയരുതെന്നും ലൂക്ക് തീരുമാനിച്ചത് കൊണ്ടായിരിക്കണം സുഹോയുമായി ഫ്രണ്ട്ഷിപ്പിൽ പരം ഒരു ആത്മബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു കാണണമെന്നും വൂസോക്ക് പറയുമ്പോൾ എനിക്കറിയുന്ന ലൂക്ക് ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്ന് കോങ്ജി പറയുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പറയണം. നമ്മൾ പസിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പീസ് മാത്രം ഇപ്പോഴും മിസ്സിംഗ് ആണെന്നും വൂസോക്ക് പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വൂസോക്ക് നൽകിയ CCTV ഫോട്ടോ കണ്ട് ലൂക്കാണ് ഇതിന് പിന്നിലെന്നറിയാമെങ്കിലും പക്ഷെ അതിന് മോട്ടീവ് എന്താണെന്ന് പോലീസുകാർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലൂക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിക്കാമെന്ന് പോസോങ് തീരുമാനിക്കുന്നു. അന്നേരമാണ് പോസോങ്ങിന്റെ ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നത്. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് അവർക്ക് ഫുഡുമായി വന്നതാണ് അവർ. ഇൻഷുറൻസ് ഏജൻസിയിലിരുന്ന് സീനിയർ ഓഫീസറും വൂസോക്കും മറ്റൊരു സ്റ്റാഫുമായി പിറ്റേന്നിരിക്കുന്ന നേരം തമിഴ് ഗ്രൂപ്പിലുണ്ടായ ആക്സിഡന്റിനെ പറ്റി സംസാരിക്കുന്നു. വളരെ വില കൂടിയ 10 ബില്യണോളം വില വരുന്ന 5 ആർട്ട് പീസുകൾ കൊണ്ടുപോയ ഒരു ട്രക്ക് മതിലിടിച്ച് പിന്നീട് തീ പിടിക്കുകയാണ് ഉണ്ടായതെന്ന് സ്റ്റാഫ് പറയുമ്പോൾ 23 വയസ്സുള്ള ഇൻഎക്സ്പീരിയൻസ്ഡ് ആയ സോയൂൾ എന്ന പയ്യനാണ് ട്രക്ക് ഓടിച്ചിരുന്നതെന്ന് ഫയൽ നോക്കി ഇതൊക്കെ കേട്ടിരുന്ന വൂസോക്ക് പറയുന്നു. ഇത്ര വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വണ്ടിയിൽ ഉണ്ടാകാറുള്ളതാണെന്നും അതുകൊണ്ട് തന്നെ ഇതൊരു പ്ലാൻഡ് ആക്സിഡന്റ് ആണെന്നും കണക്ക് കൂട്ടാമെന്ന് വൂസോക്ക് പറയുമ്പോൾ എന്തായാലും ഒരു ആർട്ട് എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ കൂടി അറിയണം. മിസ് ഹാനുമായി താങ്കളൊന്ന് സംസാരിക്കാമോ എന്ന് സീനിയർ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഓഫീസിൽ ഹാൻ അവരുടെ അസിസ്റ്റൻസുമായി ഇനി വരാൻ പോകുന്ന എക്സിബിഷനെ പറ്റി സംസാരിക്കുകയും സോയയോട് ഫൈനൽ റിവ്യൂ ചെയ്യണമെന്നും പറയുന്നു. അത് പക്ഷേ യൂണിന് അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല. ട്രക്ക് ആക്സിഡന്റിന്റെ ഡീറ്റെയിൽസ് നോക്കി നിൽക്കുന്ന വൂസോക്കിന് ആക്സിഡന്റ് കണ്ട് തന്റെ ചേച്ചിയുടെ ആക്സിഡന്റുമായി നല്ല സിമിലാരിറ്റി ഉണ്ടെന്നും ഹാക്കറിനെ വിളിച്ച് ഹ്യുൻസുവിന്റെ ഡീറ്റെയിൽസ് ഉടൻ തന്നെ എടുക്കണമെന്നും പറയുമ്പോൾ അയാളുടെ ഇമെയിലിൽ നിന്നും 1 മാസത്തിനു മുന്നേ ഒരു ഡെലിവറി അക്കൗണ്ട് ഓപ്പൺ ആയെന്നും അതിന്റെ അഡ്രസ് ഞാൻ എടുക്കാൻ ശ്രമിക്കുകയാണെന്നും ഹാക്കറും പറയുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടായി ഒരു ആഡംബര കാറിൽ ഹ്യുൻസ് റോയൽ ഓപ്ഷൻ കമ്പനിയിലേക്ക് എത്തുകയും ലിഫ്റ്റിൽ കയറുന്ന ഹാൻ അയാളെ കാണുകയും അയാളും 13 ഫ്ലോറിൽ ചെയർവുമണിനെ കാണാൻ തന്നെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി അത് ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ അങ്ങോട്ട് വന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ചെയർവുമൺ കിംസിയും ഇങ്ങോട്ടേക്ക് നിന്നോട് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പണ്ട് കുറേ നാൾ ഞാനിവിടെ ജോലി ചെയ്തതല്ലേ, ID കാർഡ് ഉപയോഗിച്ച് എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയെന്നും അവൻ പറയുന്നത് കേട്ട് തമിഴ്ഡിയിൽ കഴിയുന്നത് വരെയെങ്കിലും എടുത്തു ചാടരുത് എന്ന് ചേർക്കിൻ പറയുമ്പോൾ ഇല്ല, അത് ഞാൻ വളരെ ശ്രദ്ധയോടു കൂടിയാണ് ചെയ്യുന്നത്. കാരണം വർഷങ്ങൾക്ക് ശേഷമുള്ള എൻ്റെ ഒരു കംബാക്ക് ഡീലാണ് അതെന്നും ഡീല് കഴിയുമ്പോൾ എനിക്കതിൻ്റെ 10% ഷെയർ വേണമെന്ന് പറയാനും അവൻ മറക്കുന്നില്ല. പിന്നീട് ഹാനിനെ കാണാനായി വൂസോക്ക് ഓപ്ഷൻ കമ്പനിയിലേക്ക് വരുന്നുണ്ടെങ്കിലും പാർക്കിങ്ങിലുള്ള ഹ്യുൻസുവിനെ അവൻ കാണുന്നില്ല. ശേഷം വൂസോക്ക് ഹാനിനോട് ആ ട്രക്ക് ആക്സിഡന്റിനെ പറ്റി പറയുകയും അതിന് തൻ്റെ പെങ്ങളുടെ കേസുമായി സിമിലാരിറ്റി ഉണ്ടെന്നും തീപിടുത്തം ഒഴികെ ബാക്കിയെല്ലാം ഒരുപോലെയാണെന്നും പാസഞ്ചറിന് മാത്രമേ പരിക്ക് പറ്റും പോലുള്ള ഒരു അപകടമാണ് നടന്നതെന്നും അവൻ പറയുന്നു. ഇത് രണ്ടും ഒരാൾ തന്നെ പ്ലാൻ ചെയ്തതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ടെന്നും എനിക്കതിന് നിന്റെ സഹായം വേണമെന്നും വൂസോക്ക് ഹാനിനോട് പറയുന്നുണ്ട്. ആ ആർട്ട് പീസുകളുടെ ഫോട്ടോസ് കാണുന്ന ഹാൻ ഇതെല്ലാം ലേലം ചെയ്തത് ഞാനാണെന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ഈ പീസുകൾ
ചെറിയ കമ്പനികളുടേതാണെന്ന് കാണിക്കുകയും എന്നാൽ അതിൻ്റെ യഥാർത്ഥ അവകാശി ചെയർവുമൺ കിം സിയോൺ ആണെന്നും അവർ വളരെ വില കൂടിയ പെയിൻറ്റിങ്ങുകൾ സെലക്ട് ചെയ്ത് വലിയ ബിസിനസ്സുകാർക്ക് കൊടുക്കും. പക്ഷേ ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് അവർ നടത്തില്ല. 300 മില്യണുള്ള പെയിൻറ്റിങ് 1.5 ബില്യണാണ് തമിഴ് ഗ്രൂപ്പ് അന്ന് ലേലത്തിൽ വാങ്ങിയതെന്നും പെയിൻറ്റിങ്ങിന് ഒരു നിശ്ചിത വിലയില്ല, അത് എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത് അതാണ് അതിൻ്റെ വിലയെന്നും അപ്പോൾ എത്രയും വിലയുള്ള പെയിൻറ്റിങ് കത്തിച്ചു കഴിഞ്ഞാൽ അത്രയും ഇൻഷുറൻസുക തന്നെ കിട്ടുമല്ലോ എന്ന് വൂസോക്ക് ചോദിക്കുമ്പോൾ പക്ഷേ ആർട്ട് ഡീല് ചെയ്യുന്നവർ ഒരിക്കലും ഒതൻറ്റിക് പീസുകൾ നശിപ്പിക്കില്ല എന്നും മിക്കവാറും ഫേക്കായിട്ടുള്ള പെയിൻറ്റിങ്ങുകളായിരിക്കണം അന്ന് കത്ത് നശിച്ചതെന്നും അത് ചെയർകിമ്മിൻ്റെ തന്ത്രമായിരിക്കുമെന്നും ഹാൻ പറയുന്നു. ഈ കിം സിയോൺ ഒരു പാവം ആർട്ടിസ്റ്റിനെ കൊണ്ട് പെയിൻറ്റിങ് ചെയ്യിക്കുകയും അതൊക്കെ ഒതൻറ്റിക് പീസായി വിൽക്കുകയും ആ ആർട്ടിസ്റ്റ് പെയിൻറ്റിങ് എക്സിബിഷന് വേണ്ടി വരച്ചു കൊടുത്തതു മുതൽ അയാൾ നശിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് കടം കയറി അയാൾ അയാളുടെ ജീവനും എടുത്തു എന്നും അതെൻ്റെ അച്ഛനാണെന്നും അവൾ പറയുന്നു. എൻ്റെ അച്ഛൻ അങ്ങനെ ഒരാളല്ല എന്ന് തെളിയിക്കാനും പ്രതികാരം വീട്ടാനുമാണ് ഇവിടെ വന്നതെന്നും പറയുമ്പോൾ യഥാർത്ഥ പെയിൻറ്റിങ് അപ്പോൾ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്തണമെന്ന് വൂസോക്ക് പറയുന്നു. അത് കിം സിയോണിൻ്റെ സ്റ്റോറേജ് റൂമിലുണ്ടെന്നും ഞാൻ അതിനുള്ളിൽ കയറാൻ കുറേ നാളായി ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്കതിന് കഴിഞ്ഞില്ല എന്നും ഹാൻ പറയുമ്പോൾ നമുക്ക് ആ സ്റ്റോറേജ് റൂമിനുള്ളിലെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാമെന്ന് വൂസോക്ക് മറുപടി നൽകുന്നു. ഇങ്ങനെ ഇവർ സംസാരിക്കുന്നത് മാനേജർ കേൾക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ യുൻഹോക്ക് അങ്ങോട്ടേക്ക് വരികയും അവനെ കണ്ട് മാനേജർ പോവുകയും ചെയ്യുന്നു. അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കുന്നത് യുൻഹോക്കിനും ഇഷ്ടമാകുന്നില്ല എന്നുള്ളത് അവൻ്റെ മുഖഭാവം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. പിന്നീട് വൂസോക്കിൻ്റെ ഡീറ്റെയിൽസ് ചെയർകിമ്മിന് നൽകിയ യൂൺ മാഡത്തിന് വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെന്നും കിമ്യൂഞ്ചെ പോലെ തന്നെ എന്നെ കണ്ടാൽ മതിയെന്നും പറയുമ്പോൾ നീ ഹാനിനെ പോലെ ആയാൽ മതിയെന്നും ഇനി മുതൽ എല്ലാ കാര്യങ്ങളും എന്നെ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നും അവർ അവളോട് പറയുന്നു. പിന്നീട് ലൂക്കിൻ്റെ പഴയ സെക്രട്ടറിയെ പോയി വൂസോക്ക് കാണുമ്പോൾ ഞാനായിരുന്നു സാറിൻ്റെ മീറ്റിംഗ്സും പ്രോഗ്രാംസും ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ സിറിയയിൽ നിന്നും വന്ന ലൂക്ക് തികച്ചും വേറൊരാളായിരുന്നു എന്നും അയാൾ അവിടെ അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാനടക്കമുള്ള എല്ലാ സ്റ്റാഫിനെയും പിരിച്ചുവിടുകയും പുതിയ ആൾക്കാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും ചെയ്തു എന്നും അവർ പറയുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന വൂസോക്കിനോട് അദ്ദേഹം വന്നതിന് ശേഷം സെക്യൂരിറ്റി സിസ്റ്റത്തിന് പ്രോബ്ലം ഉണ്ടാവുകയും എത്ര ശ്രമിച്ചിട്ടും ഐറിസ് സ്കാൻ ചെയ്തപ്പോൾ അത് ഫെയിൽ ആവുകയാണ് ഉണ്ടായതെന്നും പിന്നീട് മുഴുവൻ സെക്യൂരിറ്റി സിസ്റ്റവും മാറ്റുകയായിരുന്നുവെന്നും അവൾ പറയുമ്പോൾ എന്തോ ഒന്ന് വൂസോക്കിൻ്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. പിന്നീട് പോകും വഴിക്ക് കോങ്ജിയെ വിളിച്ച് ഇക്കാര്യം അവൻ പറയുകയും എത്ര സർജറി ചെയ്തു കഴിഞ്ഞാലും ഐറിസ് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ലൂക്കിൻ്റെ മുഖം മൂടിയിട്ട് മറ്റാരോ ആണ് ഇപ്പോൾ ലൂക്കായി നടക്കുന്നതെന്ന് അവൻ പറയുന്നു. ഓഫീസിൽ ഹാനിനോട് യുൻഹോക്ക് ലൂക്കിൻ്റെ ചിത്രങ്ങൾ മാത്രം നീ എന്തിനു വേണ്ടിയിട്ടാണ് എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പറയാമെന്ന് പറയുന്നത് കേട്ട് നീ അപ്പോൾ ലൂക്കിനെ കാണാൻ പോവുകയാണെന്ന് ചോദിക്കുന്നത് കട്ട് ചെയ്ത് കാറിൽ ഹാനുമായി പോകുന്ന യുൻഹോക്കിനോട് അവൾ സത്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ ഇതൊന്നും കോയിൻസിഡൻസ് ആയിരുന്നില്ലല്ലേ എന്നവൻ ചോദിക്കുമ്പോൾ അവൾ അല്ല എന്ന മറുപടിയും നൽകുന്നുണ്ട്. നിനക്കിതൊക്കെ എന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഇൻഷുറൻസ് ഇൻവെസ്റ്റിഗേറ്ററിനേക്കാളും ഞാൻ നിന്നെ സഹായിക്കില്ലേ എന്ന് അവൻ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇൻഫർമേഷൻസ് പങ്കുവച്ചത് ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയിട്ടാണെന്ന് ഹാൻ പറയുന്നത് കേട്ട് നീ അവൻ്റെ കൂടെ അങ്ങനെ നടക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല എന്ന് അവൻ പറയുമ്പോൾ അവന് നമ്മളെപ്പോലെ തന്നെയാണെന്ന് അവനോട് അവൾ പറയുന്നു. നേരെ പോകുന്നത് ലൂക്കിൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായിരുന്നു. സിറിയയിലെ അപകടത്തിന് ശേഷം അവന് മുഖത്ത് പരിക്ക് പറ്റിയെന്ന് കേട്ട്, എന്നാൽ അതിനുശേഷം ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. ഈയിടയ്ക്ക് ഒരു മീറ്റിങ്ങിന് കണ്ടിരുന്നപ്പോൾ പോലും അവൻ കണ്ട ഭാവം കാണിച്ചില്ല എന്നും ആ ഫ്രണ്ട് പറയുന്നു. ഹോസ്പിറ്റലിൽ ജൂനിയറുമായി കോങ്ജി സംസാരിച്ചിരിക്കുമ്പോൾ എന്തോ ഒന്ന് ഓർത്ത് വൂസോക്കിനെ വിളിച്ച് പ്രശ്നബാധിത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ എന്ന് കരുതി ഞങ്ങൾ DNA സാമ്പിൾ സൂക്ഷിക്കാറുണ്ടായിരുന്നു എന്നും അതിൽ സുഹോയുടെയും ലൂക്കിൻ്റെയും DNA ഡീറ്റെയിൽസ് കാണുമെന്നും പറയുമ്പോൾ അപ്പോൾ മറഞ്ഞിരിക്കുന്ന രഹസ്യം നമുക്ക് കണ്ടെത്താനാകുമല്ലോ എന്ന് വൂസോക്കും പറയുന്നുണ്ട്. പിന്നീട് എക്സിബിഷൻ പ്രിവ്യൂ നടക്കുന്ന സ്ഥലത്ത് അറേഞ്ച്മെൻറ്റ്സ് നടക്കുന്നത് കാണിക്കുന്നു. അതെല്ലാം കിം സിയോൺ വന്ന് നോക്കുന്നുമുണ്ട്. ഹാനാകട്ടെ എക്സിബിഷനുള്ള ഓരോ പെയിൻറ്റിങ്ങിനെ പറ്റിയും പഠിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെ എക്സിബിഷൻ പ്രിവ്യൂവിൽ VVIPകൾക്ക് സ്റ്റെല്ലർ പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് ലൂക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. അവനങ്ങനെ ഓർഫൻ ഫ്രം സിറിയ എന്ന പെയിൻറ്റിങ് നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് വൂസോക്ക് വരികയും കോങ്ജി നിങ്ങളോട് അന്വേഷണം അറിയിക്കാൻ പറയുകയും നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു എന്നും വൂസോക്ക് പറയുമ്പോൾ അത് കേട്ടതിൽ സന്തോഷം. എനിക്കും അദ്ദേഹത്തിനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ വൂസോക്ക് തലയാട്ടുന്നു. ഇവർ സംസാരിക്കുന്നത് യുൻഹോയും ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളൊരു നല്ല നടനാണ്,
കുറ്റമേറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടുന്നത് കുറയുമെന്ന് വൂസോക്ക് പറയുമ്പോൾ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് അത്രയും പോകുന്ന ലീഗൽ ടീം ഉണ്ടെന്ന് അവൻ പറയുന്നു. പിന്നീട് ലൂക്കിന് വന്ന് ഹാൻസ് ചില്ലർ പെയിൻറ്റിങ്ങിനെ പറ്റി സംസാരിക്കാൻ നിങ്ങളെ ചെയർകിമിന് കാണണമെന്ന് പറയുമ്പോൾ ശരി ഞാൻ വരാമെന്നും എന്നാൽ പാർട്ടികൾ എനിക്കിഷ്ടമല്ല, അതെനിക്ക് അൺകംഫർട്ടബിൾ ആണെന്നും വൂസോക്കിനെ നോക്കി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് യുൻഹോ ഷാമ്പേനുമായി അവർക്കടുത്തേക്ക് എത്തുന്നത്. ഹാനും ലൂക്കും അതെടുക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ലൂക്കിന് ദേഹാസ്വാസ്ഥ്യമുണ്ടാവുകയും അവൻ പെട്ടെന്ന് താഴേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരും ഷോക്കാകുന്നു. അലർജിക് റിയാക്ഷൻ ഷോക്കാണെന്നും എന്തെങ്കിലും ഇഞ്ചക്ഷൻ നൽകണമെന്നും വൂസോക്ക് പറയുമ്പോൾ ഹാൻ ലൂക്കിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഇഞ്ചക്ഷൻ എടുത്ത് ഇഞ്ചക്റ്റ് ചെയ്യുന്നു. ഷാമ്പൈനുമായി നിന്നിരുന്ന യുൻഹോ പതിയെ അവിടെ നിന്ന് പോകുകയും കുറച്ചു കഴിയുമ്പോൾ ലൂക്ക് ഓക്കെ ആകുന്നുമുണ്ട്. പിന്നീട് ഓഫീസിൽ നിന്നും ഇറങ്ങിയ വൂസോക്കിനെയും കൊണ്ട് ഹാക്കർ അവിടുന്ന് പോവുകയാണ്. അതായത് ആ സമയം ലൂക്കിന് ഇഞ്ചക്റ്റ് ചെയ്ത ഇഞ്ചക്ഷൻ ഹാൻ ആരും കാണാതെ വൂസോക്കിന് നൽകുകയും അത് വച്ച് DNA ടെസ്റ്റ് ചെയ്യാനുമായിരുന്നു അവരുടെ പ്ലാൻ. ഇതേ സമയം തന്നെ ഹാൻ വളരെയധികം വെപ്രാളത്തിൽ ഒറ്റയ്ക്കൊരിടത്ത് നിൽക്കുന്നതും അവളുടെ കൈകളൊക്കെ വിറയ്ക്കുന്നുമുണ്ടായിരുന്നു. ഇതേ സമയം യുൻഹോ മാനേജർക്ക് ഹാൻ ചെയർകിമിൻ്റെ സ്റ്റോറേജ് ഡീറ്റെയിൽസ് എടുത്തതും അവർ പലരുടെയും പേരിൽ പ്രോപ്പർട്ടീസ് വാങ്ങിയിട്ടുള്ളതിൻ്റെയും ഡീറ്റെയിൽസ് സൂക്ഷിച്ചിരുന്നത് അവൾ മാനേജർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ വൂസോക്ക് DNA ടെസ്റ്റിംഗ് റിസൾട്ട് കാത്തിരിക്കുന്നതും പിന്നീട് ലൂക്കിനെ ശുശ്രൂഷിക്കുന്ന സെക്രട്ടറിയെയും കാണിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് വരുന്ന ഹാനിനോട് ഈവൻ്റ് കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നും അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നും അവൻ ചോദിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ എനിക്ക് ഇക്കാര്യം ചോദിക്കാൻ വേറൊരവസരം കിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ ഈ ഒരു ദിവസത്തിനായാണ് കാത്തിരുന്നതെന്നും നമുക്കൊരിടത്തേക്ക് പോകാമെന്നും പറഞ്ഞ് അവളുമായി സിറ്റിയിൽ നിന്നൊക്കെ മാറി കുറച്ചുള്ളിലേക്ക് കാടിന് നടുവിലുള്ള ഒരു വീട്ടിലേക്ക് അവളെ കൊണ്ടുപോകുന്നു. ആ ബംഗ്ലാവിലേക്ക് എത്തുമ്പോൾ തന്നെ എന്തൊക്കെയോ മനസ്സിലൂടെ അവൾക്ക് മിന്നിമാഞ്ഞു പോകുന്നുണ്ട്. പണ്ട് സൂഹോ സിറ്റിയിൽ നിന്നൊക്കെ മാറി ഒരു വീട് വയ്ക്കണമെന്നും ഒരു നടപ്പാത പണിയണമെന്നും അതിന് തൊട്ടരികിലായി ഒരു ചെറിയ ഊഞ്ഞാല് വേണമെന്നും ഒക്കെ പറഞ്ഞത് അവൾ അങ്ങനെ ഓർക്കുന്നു. എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളിൽ ആലോചിച്ച് അവൾ അങ്ങനെ ലൂക്കിനൊപ്പം വീട്ടിനുള്ളിലേക്ക് കയറുമ്പോഴാണ് വൂസോക്ക് വിളിക്കുന്നത്. പക്ഷേ അവൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുന്നു. കല്ല് മുതൽ ഇതിൻ്റെ മേൽക്കൂര വരെ ഓരോന്നും ഞാൻ തന്നെ ചെയ്യിച്ചതാണ് ഈ വീടെന്നും ഈ വീട് ആദ്യമായി കാണുന്നത് നീ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നുവെന്നും നിനക്ക് തണുക്കുന്നുണ്ടെങ്കിൽ ഹീറ്റിടാമെന്ന് പറഞ്ഞ് അവൻ ഇരിക്കുന്നുണ്ടെങ്കിലും നിനക്ക് തീ പേടിയാണല്ലോ എന്നും അവൻ പറയുമ്പോൾ വിറച്ച ശബ്ദത്തോടു കൂടി സൂഹോ എന്ന് ഹാൻ വിളിക്കുന്നു. ഇതേ സമയം DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുകയും ഇപ്പോഴുള്ള ലൂക്കിൻ്റെ DNA അന്ന് സിറിയയിൽ മരിച്ച ലൂക്കിൻ്റെ DNAയുമായി അല്ല, പകരം അന്ന് മരിച്ചെന്ന് പറഞ്ഞ സൂഹോയുടെ DNAയുമാണ് മാച്ചെന്ന് പറയുന്നത് കേട്ട് വൂസോക്ക് ഷോക്കാകുന്നു. അതറിഞ്ഞ് അവൻ ഹാനിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ കിട്ടാഞ്ഞത് കാരണം അവൻ എങ്ങോട്ടോ ഓടിപ്പോകുന്നു. സൂഹോ എന്ന് ഹാൻ വിളിച്ചത് കേട്ട് ലൂക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ആ പേര് ഇനി ആരും വിളിക്കില്ല എന്ന് കരുതിയതാണ്, പക്ഷെ നീ വിളിച്ചു കേട്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ വീണ്ടും ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയതുപോലെ തോന്നുന്നു എന്നും എനിക്ക് ആദ്യം വളരെ ടെൻഷനായിരുന്നു. കാരണം നിന്റെ കണ്ണുകൾ പെയിൻറ്റിങ്ങിലും എക്സിബിഷനിലും VVIPകളിലും മാത്രമായിരുന്നു. പക്ഷെ നീ എന്നെ പരീക്ഷിക്കുകയായിരുന്നു അല്ലേ? നീ ആയിരുന്നോ ഷാമ്പനിൽ അപ്പോൾ എന്തെങ്കിലും കലർത്തിയതെന്നും അവൻ ചോദിക്കുമ്പോൾ അവൾ വീണ്ടും സൂഹോ എന്ന് വിളിച്ച് പിന്നെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. റോയൽ ഓപ്ഷൻ കമ്പനിയിൽ ഇന്ത്യനായി ജോലി ചെയ്തിരുന്ന ഹാൻ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അവളെ കാണാൻ സൂഹോ വരികയും അവളുടെ കയ്യിൽ നിന്നും വീഴുന്ന ഫോൺ എടുത്തു കൊടുക്കുമ്പോൾ ചെയർവുമൺ ഹോട്ടലിൽ അയാളുണ്ട്, അയാളെ ടേക്ക് കെയർ ചെയ്യണമെന്ന മെസ്സേജ് കണ്ട് അവൻ അവളെ തെറ്റിദ്ധരിക്കുന്നു. ഞാൻ നാളെ സിറിയയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ജോലിയാണ് പ്രധാനം, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങുമ്പോൾ ഞാനൊന്നുമില്ലാത്തവനായതുകൊണ്ട് നമുക്കൊരു ഭാവി ഇല്ലെന്നാണോ നീ കരുതുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ ദേഷ്യത്തിൽ അതേന്നു മൂളി അവിടെ നിന്നും വേഗം പോകുന്നു. അവളെ അവൻ പിന്തുടരുകയും അവൾ VVIPയുമായി പോകുന്നതും ഒക്കെ കാണുന്ന സൂഹോയ്ക്ക് അത് വീണ്ടും ദേഷ്യം കൂട്ടുന്നു. അവൻ അതൊക്കെ ആലോചിച്ച് ഒരുപാട് മദ്യപിക്കുകയും സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്യുന്നു. നീ ഓർക്കുമെന്ന് കരുതി മരിക്കാൻ തീരുമാനിച്ച സൂഹോ എന്ന ഇഡിയറ്റ് മരിച്ചുവെന്നും രസകരമെന്തെന്നാൽ അന്ന് ലൂക്കും ഞാനും ഡ്രസ്സ് മാറിയാണ് ഇട്ടിരുന്നത്. അങ്ങനെ മുഖം മുഴുവൻ പരിക്കേറ്റ് തിരിച്ചറിയാനാകാത്ത ഞാനാണ് ലൂക്കെന്ന് കരുതി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ നിരവധി സർജറികളിലൂടെ അവസാനം ലൂക്കിൻ്റെ മുഖം എനിക്ക് കിട്ടുകയായിരുന്നുവെന്നും ഞാനങ്ങനെ മറ്റൊരു മുഖവുമായി മറ്റൊരു പേരിൽ പുതിയ ജീവിതം തുടങ്ങുകയായിരുന്നു.
തിരികെ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ എന്തൊരു മണ്ടനാണെന്ന്. കാരണം ഞാൻ മരിച്ചാലും മരിച്ചില്ലെങ്കിലും നിനക്കൊരു പ്രശ്നവുമില്ലെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. നിനക്ക് കാച്ചിനോട് അത്രയ്ക്കും ഇഷ്ടമാണോ? അതുകൊണ്ടാണോ പ്രായമായ ആൾക്കാരുടെ കൂടെ വരെ നീ പോയതെന്ന് ചോദിക്കുമ്പോൾ ജോലിയുടെ ഭാഗമായി പോയതാണെന്ന് അവൾ പറയുകയും കരഞ്ഞുകൊണ്ട് നീ ഇപ്പോൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ സുഹോയുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ലൂക്കിന് എല്ലാം ഉണ്ട്. ഞാൻ ക്യൂരിയസ് ആയിരുന്നു, കാരണം എൻ്റെ പണം കൊണ്ട് നിന്നെ വശീകരിക്കാമെന്ന് ഞാൻ കരുതി. അതേസമയം തന്നെ എൻ്റെ മനസ്സിൽ നീ ഒരിക്കലും ഈ വലയിൽ വീഴരുതെന്നും ഉണ്ടായിരുന്നു എന്ന് അവൻ പറയുമ്പോൾ നീ സുഹോയാണെന്ന് എനിക്കിപ്പോൾ ഉറപ്പായെന്ന് അവൾ പറയുന്നു. ഇതേസമയം ലൂക്കിൻ്റെ വീട്ടിലേക്ക് ഹാനിനെ അന്വേഷിച്ച് വൂസോക്ക് വരുന്നുണ്ട്. അവിടെ എത്തി ജോയോട് ഹാനിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അവളെ ലൂക്ക് അപായപ്പെടുത്തിയിരിക്കുകയാണെന്നും പോലീസിനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വരാൻ പറയുമ്പോൾ ഓഫീസർ അങ്ങനെയൊന്നും വരില്ല എന്ന് പറയുന്നത് കേട്ട് ജോയോട് എങ്കിൽ പിന്നെ ലൂക്കിനെ ഞാൻ കൊല്ലാൻ പോവുകയാണെന്ന് പറയൂ എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. അവിടുത്തെ ഗ്ലാസ് പൊട്ടിച്ച് അവൻ അടച്ചിട്ടിരിക്കുന്ന ഒരു റൂം ചവിട്ടി തുറക്കുമ്പോൾ അവിടെ ഇത്രയും വർഷങ്ങളിലായി ലൂക്ക് കളക്ട് ചെയ്ത ഹാനിൻ്റെ ചിത്രങ്ങളും ഹാനുമായി റിലേഷനിലുണ്ടായിരുന്നവരുടെയും മുഴുവൻ ഡീറ്റെയിൽസും ഓർഡറിൽ തന്നെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതും കുറിപ്പുകളും കണ്ട് അവൻ അന്തം വിട്ടു നിൽക്കുന്നു. ഞാനിന്ന് ആ പെയിൻറ്റിങ് ലേലം വിളിച്ച് സ്വന്തമാക്കിയപ്പോൾ നീ സന്തോഷിച്ചതും സെല്ലറിൻ്റെ പെയിൻറ്റിങ്ങിനായി നീ എന്നോട് ചിരിച്ച് സംസാരിച്ചതെല്ലാം എനിക്ക് വല്ലാത്തൊരു സന്തോഷം നൽകി. എനിക്ക് ഇനിയും നിന്നെ തന്നെ മതി, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് വരുന്നു. അവൻ കരയുകയും ചിരിക്കുകയും പെട്ടെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെയായി. അവൻ്റെ മുഖഭാവങ്ങൾ മിന്നിമാഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ അവിടെ നിന്നും ഒഴിഞ്ഞു മാറുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഒന്നായിക്കൂടാ, നിനക്കിനി വൂസോക്കിനെ ഇഷ്ടമാണോ എന്ന് അവൻ ചോദിക്കുകയും അവിടെ നിന്നും വീടിനുള്ളിൽ കടന്നു കയറാൻ ശ്രമിച്ചതിന് വൂസോക്കിനെ അറസ്റ്റ് ചെയ്യുകയും മുറിയിലുണ്ടായിരുന്ന ഡീറ്റെയിൽസ് പോലീസുകാർ നോക്കുകയും ചെയ്യുന്നുണ്ട്. ലൂക്കാണ് കുറ്റവാളിയെന്ന് മനസ്സിലാക്കിയ പോലീസ് വൂസോക്കിനെ വെറുതെ വിടുന്നു. പിന്നീട് ലൂക്കിനെ അന്വേഷിക്കാനുള്ള ശ്രമം അവർ തുടങ്ങുന്നുണ്ട്. ലൂക്കാണെങ്കിൽ ഹാനിനെ കടന്നു കയറി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഹാൻ അവനെ തള്ളിവിട്ട് അടുത്തുണ്ടായിരുന്ന ഫയർ പ്ലേസ് സ്ട്രോങ് അവൾ എടുക്കുകയും അവനെ നേർക്ക് നീട്ടുകയും ചെയ്യുന്നുണ്ട്. അവനത് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ ഒരു തവണ നീ കാരണം മരണപ്പെട്ടു, ഇനിയും മരണപ്പെടാൻ എനിക്ക് യാതൊരു മടിയുമില്ല, എൻ്റെ ജീവിതകാലം മുഴുവൻ നീ എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞ് അവൻ കരയുകയും അവൻ്റെ മുഖഭാവം മാറുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ്റെ കറണ്ട് പോകുന്നു. ലൂക്ക് ഹാനിനെ കൊണ്ടുപോയ ലൊക്കേഷൻ കിട്ടി. അത് ട്രാക്ക് ചെയ്ത് പോലീസുകാർ അവിടെ എത്തുകയും വീടിനുള്ളിലൊക്കെ മുഴുവൻ സെർച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പലരും പല വഴിയിൽ അവിടെയൊക്കെ സെർച്ച് ചെയ്യുകയും അങ്ങനെ സെർച്ച് ചെയ്തു പോകുമ്പോൾ ചിലയിടങ്ങളിൽ രക്തക്കറ കിടക്കുന്നത് കണ്ട് ജോ അത് ഫോളോ ചെയ്ത് സൈഡിലുള്ള യാർഡിലേക്ക് എത്തുന്നു. ഇതേ സമയം തന്നെ വൂസോക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ലൂക്കും അതിന് തൊട്ടടുത്തായി ഇരിക്കുന്ന ഹാനിനെയും ആയിരുന്നു. അവൾ ഹാനിനോട് അവിടെ നിന്നും എഴുന്നേൽക്കാൻ പറയുന്നത് കേട്ട് അങ്ങോട്ടേക്ക് വൂസോക്കും ഓടിയെത്തുന്നു. അവനും ആ കാഴ്ച കണ്ട് ഞെട്ടി. ഹാനിനെ വെടിവെക്കാൻ നിൽക്കുന്ന ജോയിയും വൂസോക്കിനെ കണ്ട് നിസ്സഹായം നിൽക്കുന്ന ഹാനിനെയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് 8 അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.